ഡോക്ടർ, പല്ല് ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയൽസിനെ ഒന്ന് റേറ്റ് ചെയ്യാം. ഹാർഡ് ടൂത്ത് ബ്രഷ്. ഹാർഡ് ടൂത്ത് ബ്രഷിന് വന്നിട്ട് 5 ഔട്ട് ഓഫ് 10. കാരണം കട്ടിയുള്ള ബ്രിസ്റ്റിൽസ് ആയതുകൊണ്ട് പല്ല് തേഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഉമിക്കരി. ഉമുക്കിരി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പല്ല് തേക്കാൻ ഒട്ടും സജസ്റ്റ് ചെയ്യാത്തൊരു മെറ്റീരിയലാണ്. കാരണം ഭയങ്കര ഹാർഡ് അബ്രേസീവ് ആണ്. പല്ലിന്റെ ഇനാമിൽ തേഞ്ഞു പോകാൻ വളരെ കാരണമാകും. മാവിന്റെ ഇല അല്ലെങ്കിൽ സ്റ്റിക്ക്. ഒരു 6 ഔട്ട് ഓഫ് 10 കൊടുക്കാം. പക്ഷേ ഇതൊരു പ്രോപ്പറായിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്ക് അല്ല. കാരണം മാവിന്റെ ഇല വെച്ചും മാവിന്റെ സ്റ്റിക്ക് ഉപയോഗിച്ചും പല നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ പറ്റത്തില്ല. പൽപ്പൊടി. ഹാർഡായിട്ടുള്ള അബ്രേസീവ് പാർട്ടിക്കിൾസ് ആണ്. അത് ഉപയോഗിച്ച് തേക്കുമ്പോഴും പല്ലിന്റെ ഇനാമിൽ ഒരുപാട് തേഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ നോർമൽ ബ്രഷിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് 8 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റും. സോഫ്റ്റ് ടൂത്ത് ബ്രഷ്. സോഫ്റ്റ് ടൂത്ത് ബ്രഷിന് 9 ഔട്ട് ഓഫ് 10. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. മൗത്ത് വാഷ്. മൗത്ത് വാഷിന് വന്നിട്ട് 7 ഔട്ട് ഓഫ് 10. കാരണം നമ്മൾ ബ്രഷിങ്ങിന്റെ കൂടെ മൗത്ത് വാഷ് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ പല്ലിന്റെ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല. ഡെന്റൽ ഫ്ലോസ്. ഡെന്റൽ ഫ്ലോസ് വന്നിട്ട് 8 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റും. കാരണം ഇന്റർഡെന്റലി നമ്മുടെ പല്ല് അടക്കമുള്ള സ്പേസിലുള്ള അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യാൻ ഡെന്റൽ ഫ്ലോസ് വളരെ നല്ലതാണ്. ടൂത്ത് പിക്ക്. ടൂത്ത് പിക്ക് വന്നിട്ട് ഒരു 3 ഔട്ട് ഓഫ് 10. കാരണം അത് ഉപയോഗിച്ച് പല്ല് ക്ലീൻ ചെയ്യുമ്പം പല്ലിൽ ഇടയ്ക്കുള്ള മോണിൽ ഒരുപാട് ഇഞ്ചുറി ആവാനുള്ള ചാൻസ് ഉണ്ട്. വാട്ടർ ഫ്ലോസ്. വാട്ടർ ഫ്ലോസ് വന്നിട്ട് 8 ഔട്ട് ഓഫ് 10. കാരണം ഇടയ്ക്കുള്ള അഴുക്കുകളും പല്ലിന്റെ ഓവറോൾ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വാട്ടർ ഫ്ലോസർ ഹെൽപ്പ് ചെയ്യും.